ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ മാന്യ സമൂഹത്തിന് അവജ്ഞയാണ്. തെണ്ടി എന്ന പ്രയോഗം പോലും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ളതാണ് താനും. എന്നാൽ ഇത്തരം മനുഷ്യരുടെ വ്യക്തി സവിശേഷതകളെ ആരും കാണുന്നില്ല. കോഴിക്കോട്ടെ ഫറൂഖിനടുത്തുള്ള ഭാസ്കരേട്ടൻ തീവണ്ടികളിലും തെരുവുകളിലുമൊക്കെ പാട്ടുപാടി യാചിക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനുമാണെന്ന കാര്യം പലർക്കും അറിയില്ല. ഭാര്യ ചെല്ലമ്മയുടെ കൈപിടിച്ച് രാവിലെ തന്നെ ഭാസ്കരൻ തന്റെ തൊഴിലിനായി പുറപ്പെടുകയാണ്. പ്രായം 83 21ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ അലച്ചിൽ. കേരളത്തിലുടനീളം ഉൾക്കാഴ്ചയുടെ മാത്രം ബലത്തിൽ അനേകകാലം സഞ്ചരിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് മുമ്പിൽ വെറുതെ കൈനീട്ടുന്നതിനു പകരം പാട്ടുപാടുകയും പാട്ടിനുള്ള പ്രതിഫലമെന്നോണം കൈനീട്ടുകയും ചെയ്തു. അങ്ങനെ ഏതോ യാത്രയിൽ കണ്ടുമുട്ടിയ ചെല്ലമ്മയെ ഭാസ്കരൻ കൂടെ കൂട്ടുകയായിരുന്നു. പ്രായത്തിന്റെ അവശതകൾക്കു നടുവിൽ പിരിയാൻ വയ്യാത്ത പരസ്പര സ്നേഹത്താൽ ജീവിതം ഒന്നിച്ചു ചേർത്തവരാണ്. ഒരാൾക്ക് മറ്റേയാൾ തുണ. രണ്ടുപേർക്കുമായി 3 മക്കൾ. ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പാട് തന്നെയാ. മലപ്പുറം ജില്ലയാണ് നമ്മുടെ വീട്. അമ്മമാരെ കൂടെ എന്നെ പോറ്റിയത്. അങ്ങനെയാണ് 49 ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. അമ്മാവന്റെ വീട്ടിൽ നിന്ന് പോന്നു. അങ്ങനെ പിന്നെ ഞാൻ വടകര, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, തിരുവനന്തപുരം ഇങ്ങനെ പലയിടത്തായിട്ട് കറങ്ങി. എന്റെ കണ്ണ് അമ്മ പ്രസവിച്ചതിന്റെ ശേഷം 3 മാസമായപ്പോ കണ്ണ് നഷ്ടപ്പെട്ടതാ. എനിക്ക് ലോകം കാണാത്തതിനെ കൊണ്ടൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഒരു മനുഷ്യന്റെ മുഖം കണ്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര വിഷമമുള്ളത്. ചെല്ലമ്മയുടെ വീട് കന്യാകുമാരി മാർത്താണ്ഡവർമ്മയുടെ നാട്ടിലാണ് എന്റെ ഭാര്യയുടെ വീട്. ഞാൻ സർക്കീറ്റിൽ മൂവാറ്റുപുഴ വെച്ച് അവന്റെ വീട്ടിൽ. അങ്ങനെ ഇതിനാരുമില്ല, അമ്മ അച്ഛനൊന്നുമില്ല. തീയര സമുദായത്തിലാണ്. അങ്ങനെ ഇപ്പോ 46 കൊല്ലായി. അങ്ങനെ ചെല്ലമ്മനെ ഞാൻ നോക്കി രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഫറൂഖിനടുത്ത് പനോളിപ്പറമ്പിൽ 4 സെന്റ് കോളനിയിലെ ഇടിഞ്ഞു വീഴാറായ ഈ വീട്ടിലാണ് ഭാസ്കരനും ചെല്ലമ്മയും താമസിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ ചേർന്ന് ഉണ്ടാക്കിക്കൊടുത്തതാണ് ഈ വീട്. 3 പെൺമക്കളെ വളർത്തി കല്യാണം കഴിപ്പിച്ചയച്ചതും പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെയാണ്. മക്കളെല്ലാം അവരവരുടെ പ്രാരബ്ധങ്ങളുമായി കഴിയുന്നു. പാചകവും തുണി അലക്കലുമൊക്കെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തുന്ന ഭാസ്കരന് റേഡിയോയാണ് വീട്ടിലെ മറ്റൊരു സഹചാരി. റേഡിയോയിലെ വാർത്തകളിലൂടെയും പത്രവായന കേട്ടും തർക്കിച്ചും ഭാസ്കരൻ തന്റെ രാഷ്ട്രീയ ബോധം നവീകരിക്കുന്നു. കമ്മ്യൂണിസം മാത്രമാണ് തത്വശാസ്ത്രം, ചുവപ്പ് മാത്രമാണ് നിറം. എപ്പോഴാ പാർട്ടിയിൽ വന്ന്? ഞാൻ 52 മുതൽക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായത്. മാമരകൾക്കപ്പുറത്ത് മരുതകപ്പട്ടുടിച്ച് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കയ്യിലെ മരക്കട്ടയിൽ താളമിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി വേദികളിൽ ഭാസ്കരൻ പാടിയിട്ടുണ്ട്. കാത്തിരിക്കുന്ന പെണ്ണുണ്ട്. PR കൃഷ്ണയ്യര് കൊയിലാണ്ടിൽ മൂപ്പരെ നമ്മുടെ 57 മന്ത്രിസഭയിൽ നിയമമന്ത്രിയായപ്പോൾ ഞാൻ ബാലുശ്ശേരി പോയിട്ട് പാട്ടുപാടിയാണ് യോഗത്തില്. ഞാനും കൃഷ്ണയ്യരും ഒരു സ്റ്റേജിൽ കയറി പാട്ടുപാടിയ ആളായാണ്. കൃഷ്ണയ്യര് പ്രസംഗിക്കും, ഞാൻ പാട്ടുപാടും. ആർത്തലച്ചുയരുകയായി വിപ്ലവ ഗാനം, അതായിരുന്നു ആദ്യമായി പാടിയ പാട്ട്. ആർത്തലച്ചുയരുകയായി വിപ്ലവ ഗാനം, പതിതരുടെ മോചനകൾ ബോർവിളികൾ ഗാനം.
തകരുകയായി കരിനിഴവും ഉയരുകയായി ചെങ്കൊടികൾ പതറാതണി പോകുക നാം ജനകോടികളെ. ജമ്മിക്കൊട്ടപ്പട മുതൽ ആളിയുടെ വടിവാതിൽ കണി കാണുകയില്ല ഇനി ഭാരതം നാളെ. പിന്നെ വിമോചന സമരകാലത്ത് പാടിയ ഒരു ആക്ഷേപഹാസ്യഗാനമുണ്ട്. പാൽക്കായവും പാട്ടുപുസ്തകവുമൊക്കെ വിറ്റു നടന്നിരുന്ന കൊടുങ്ങല്ലൂർക്കാരൻ കരീം എഴുതിയതാണ് ഈ ഗാനം. കരീം ചങ്ങാതിയായിരുന്നു. ആരാണ്ടാപരമ്പത്ത് നിരാശരായി കരയുന്നു അമീശക്കൊമ്പനധാര വീട്ടി ചാക്കോയല്ലേ ആ താടി നിരച്ചവനാര മന്നം നേതാവല്ലേ അതാരാണ്ടാപരമ്പത്ത് നിരാശരായി കരയുന്നു. അവരഞ്ചെട്ടാളുകളുണ്ട് അവരെന്നാ ചെയ്യുകയാണ് പുതുരോഗം കൂടുകയാണ് ഈ നാട് കുഴപ്പമുണ്ടാക്കാൻ അതാരാണ്ടാപരമ്പത്ത് നിരാശരായി കരയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ മൺമറഞ്ഞ നേതാക്കളെയെല്ലാം ഭാസ്കരൻ ഓർക്കുന്നു. അവരുമായെല്ലാം നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പലരുടെയും അന്ത്യയാത്രയ്ക്ക് സാക്ഷിയാകേണ്ടിയും വന്നു. ഇ കെ നായനാർ മരിച്ചപ്പോൾ ചെന്ന് കണ്ട് പൊട്ടിക്കരഞ്ഞ ഭാസ്കരന്റെ ചിത്രം പത്രങ്ങളെല്ലാം അന്ന് പ്രസിദ്ധപ്പെടുത്തിയതാണ്. കണ്ണില്ലാത്ത ഒരാൾ കരയുന്നത് ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഭാസ്കരൻ കണ്ണീര് ഒലിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ഭാസ്കരന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ രാമനാട്ടുകാർക്കടുത്ത് വെച്ച് ഒരു വേദിയിൽ ആദ്യം തൻ്റെ വീട്ടിനടുത്ത് വെച്ച് നായനാറെ കണ്ട ഓർമ്മകൾ, കോഴിക്കോട്ട് മുതലക്കുളത്ത് നായനാറും EMS ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു വേദിയിൽ പാടിയ ഓർമ്മകൾ, കണ്ണൂരിൽ കയ്യൂര് നായനാറ് കയ്യൂർ സമരനായകൻ അവിടെ വെച്ച് പാടിയിരുന്നു. അങ്ങനെ വിവിധ മലബാറിൽ ഒരുപാട് വേദികളിൽ ഭാസ്കരൻ പാർട്ടി പൊതുയോഗങ്ങളിൽ ഇതിലായിരുന്നു. ഇതിലൊക്കെ തന്നെ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് നായനാരുടെ പ്രസംഗം കേൾക്കാൻ പോവുകയും ആ വേദിയിൽ പാടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നായനാരെ കുറിച്ചുള്ള ഓർമ്മ വളരെ കണ്ണീരണിയിക്കുന്നതായിരുന്നു. ചെല്ലമ്മയുടെ ഇടതുകൈ ബസ്സപകടത്തിൽ ഒടിഞ്ഞുപോയി. തൂങ്ങിക്കിടക്കുന്ന ആ കൈകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ വീട്ടുജോലിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനും ഈ വലതുകൈ മാത്രം. ഇപ്പോഴെങ്ങനെ ജീവിതം? വല്ലത്തും ബസ്സിൽ കയറി പൈസ ചോദിക്കും. ചിലപ്പോ 100 രൂപ കിട്ടും, ചിലപ്പോ 50 രൂപ കിട്ടും. അതുകൊണ്ടാ ജീവിക്കുക. കമ്മ്യൂണിസ്റ്റുകാരാണോ നിങ്ങൾ? ഭാസ്കരന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ കമ്മ്യൂണിസ്റ്റ്? നേരത്തെ ഭാസ്കരൻ ചുവപ്പ് ഷർട്ട് മാത്രമേ ധരിക്കുകയുള്ളൂ. മക്കളിൽ ഒരാൾ വാങ്ങിക്കൊടുത്ത ചുവപ്പ് ഷർട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. കാഴ്ചയില്ലാത്ത ഒരാൾ വർണ്ണങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. പക്ഷേ ഭാസ്കരനെ ചുവപ്പ് ഒരു പ്രതിബദ്ധതയാണ്, വിശദീകരിക്കാനാവാത്ത പ്രത്യയശാസ്ത്രമാണ്. ഭാസ്കരനെ ആർക്കും, എതിരാളികൾക്കായാലും പിന്നെ പാർട്ടീനെ അനുകൂലിക്കുന്ന അനുകൂലികൾക്കായാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ആ പിന്നെ പാർട്ടി കൂറിന് ഒരു കുറവില്ല എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അയാൾ എവിടുന്ന് എത്ര എതിരാളികൾ നിൽക്കുകയാണെങ്കിലും അവരെ മുന്നിൽ നിന്ന് അയാൾ പിന്നെ ഉറപ്പിച്ച് പറയും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുപോലെ എത്ര എതിരാളികളായാലും അവരോടൊക്കെ തന്നെ അയാൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു കമ്മിറ്റ്മെൻ്റാണ്, പാർട്ടിയോടുള്ള ചെറുപ്പം മുതലേ ഉള്ളൊരു കമ്മിറ്റ്മെൻ്റാണ്. ഞാൻ ഇതുവരെ കോൺഗ്രസ്സുകാരെ കാല് പിടിക്കാൻ പോയിട്ടില്ല. BJP-ക്കാരെ കാലും പിടിക്കാൻ പോയില്ല. എന്നോട് പറയലുണ്ട് ചില BJP-ക്കാരെ, ഭാസ്കരേട്ടൻ നമ്മളെ പാർട്ടിക്ക് വരി വീടുണ്ടാക്കിത്തര അങ്ങനെ അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞ ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറയും. 1946 കോഴിക്കോട്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഭാസ്കരനും ചെന്നുപെട്ടിട്ടുണ്ട്. 6 മാസം ജയിലിലും കഴിഞ്ഞു. പക്ഷേ അന്ധനായതുകൊണ്ടാവണം പോലീസിന്റെ തല്ലൊന്നും കിട്ടിയില്ല. പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കൊയിലാണ്ടി MK ചാത്തുകുട്ടിയേട്ടൻ്റെ കെയറോപ്പിലാണ് അന്ന് ഞാൻ പോയത്. അങ്ങനെ 6 മാസം ജയിലിൽ പോയിട്ടുണ്ട്. അടിയൊന്നും കിട്ടിയിട്ടില്ല. സുഖമായിരുന്നു. ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഏകനായി ഈ 83-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുതിയൊരു ജന്മവും പുതിയൊരു ലോകവും സ്വപ്നം കാണുകയാവണം. ഈ അവസാന കാലത്ത് മക്കളെ ആശ്രയിക്കാൻ തയ്യാറാവാതെ അവർക്ക് നന്മ മാത്രം ആശിച്ചുകൊണ്ട് ഈ ജീവിതം.